ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. കർശന ജാഗ്രതയിൽ കേരളവും തമിഴ്നാടും. ബുറേവി നാളെ കേരളത്തിലെന്ന് സൂചന. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.11%. നിലവിൽ ചികിത്സയിലുള്ളത് 4 ലക്ഷത്തിലേറെ രോഗികൾ. സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത് 61,000-ലേറെ കോവിഡ് രോഗികൾ. കൂടുതൽ രോഗികൾ എറണാകുളം, മലപ്പുറം ജില്ലകളിൽ. ISLൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഒഡീഷയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം കടന്നു. നിലവിൽ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്ത് നിന്ന് 110 കിലോമീറ്റർ ദൂരത്തിൽ എത്തിയതായാണ് റിപ്പോർട്ട്. ബുറേവി ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി നാളെ കേരളത്തിൽ എത്തുമെന്നാണ് സൂചന. ചുഴലിക്കാറ്റിന്റെ വരവ് കണക്കിലെടുത്ത് കേരളത്തിൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ. ശ്രീലങ്ക കടന്ന് മാന്നാർ കടലിടുക്കിൽ എത്തുന്ന ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ തമിഴ്നാട്ടിലെ പാമ്പനിൽ കേന്ദ്രീകരിക്കും. ബുറേവി പിന്നീട് കന്യാകുമാരിയിൽ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നത്. മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെയാകും കാറ്റിന്റെ വേഗമെന്നാണ് പ്രവചനം. തെക്കൻ തമിഴ്നാട് തീര ജില്ലകളിൽ ബുറേവിയുടെ പ്രഭാവം ഇന്ന് വൈകിട്ട് മുതൽ അനുഭവപ്പെടും. തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം കേന്ദ്ര സംഘവും നാവികസേനയും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സജ്ജരായിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 26 സംഘങ്ങളെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലുമായി വിന്യസിച്ചിരിക്കുന്നത്. 8 സംഘങ്ങളാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. നിലവിൽ കടലിൽ പോയിട്ടുള്ള എല്ലാ മത്സ്യയാനങ്ങളും ഉടൻ തന്നെ സുരക്ഷിത തീരങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. ഇന്നും നാളെയും കേരളത്തിൽ പലയിടത്തും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും അധികൃതരും അതീവ ജാഗ്രത പാലിക്കണം. ശനിയാഴ്ച വരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ 1077 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് 2849 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി. കേന്ദ്രത്തിൽ നിന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഇരു സംസ്ഥാനങ്ങൾക്കും ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ബുറേവി ചുഴലിക്കാറ്റ് കേരള തീരത്ത് നാശനഷ്ടങ്ങൾ വരുത്തുവാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മത്സ്യബന്ധനത്തിനായി കടലിൽ പോയവരെ തിരികെ വിളിച്ചിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ആവശ്യമെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘത്തെ ചുഴലിക്കാറ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബുറേവി ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ബുള്ളറ്റിനുകൾ പ്രകാരം കോട്ടയം ജില്ലയുടെ തെക്കുകിഴക്കൻ മേഖലയിലാണ് കാറ്റ് കൂടുതൽ ശക്തമാകുക. എരുമേലി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, തീക്കോയി, മണിമല, കൂട്ടിക്കൽ, കോരുത്തോട്, പാറത്തോട്, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകളിൽ മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. താലൂക്ക് തല ഇൻസിഡന്റ് റെസ്പോൺസ് സംവിധാനവും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളും പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു. അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ജില്ലയിലെ എല്ലാ താലൂക്കുകളിലുമായി 163 ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. കർഷക പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രവും കർഷകരും തമ്മിലുള്ള 3ാം ഘട്ട ചർച്ച ചൊവ്വാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചിരുന്നു. കർഷക ക്ഷേമത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഷിക വികസനത്തിന് മോദി സർക്കാർ എല്ലായ്പ്പോഴും മുൻഗണന നൽകുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ നേരത്തെ അറിയിച്ചിരുന്നു.
മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമം അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലും ഭരണഘടനാ രൂപീകരണത്തിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ച പങ്ക് അതുല്യമാണ്. ലാളിത്യത്തിലും ഉയർന്ന തത്വചിന്തയിലും അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണെന്നും ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4.22 ലക്ഷമായി കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 35,500ഓളം പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 41,000ഓളം പേർ രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 94.11%. 526 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 1.45% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. സംസ്ഥാനത്ത് നിലവിൽ 61,455 പേരാണ് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ ഉള്ളത്. ഇന്നലെ മാത്രം 5,924 പേർ രോഗമുക്തി നേടുകയും 6,316 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പേർ രോഗമുക്തി നേടിയത് തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ്. കോവിഡ് വരാതെ സൂക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുപാൽ ആകാശവാണി വാർത്തകളുടെ കോവിഡ് സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. ഈ രോഗം ചിലപ്പോൾ നമ്മളെ ബാധിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാതെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ കോവിഡ് വരാതെ സൂക്ഷിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അത് ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ബാധിക്കാം എന്നുള്ളത് ഉണ്ട് സത്യത്തിൽ. കാരണം അത്രമാത്രം ഇത് പരന്നിട്ടുണ്ട്. ചില ആളുകൾ കാരിയേഴ്സ് ആയിട്ടും യാതൊരു ലക്ഷണങ്ങൾ കാണിക്കാതെയും നടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ നിതാന്ത ജാഗ്രതയിലൂടെ ഈ രോഗത്തെ നമ്മളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിൽക്കുകയും സർക്കാർ കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. വയനാട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. വിനോദസഞ്ചാരികളുടെ ക്രമാതീതമായ വർദ്ധനയും കോവിഡ് ചട്ടങ്ങൾ പാലിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടിയതായാണ് സൂചന. ആശുപത്രികളിൽ വയോജനങ്ങളുടെയും ജീവിതശൈലീ രോഗങ്ങൾ ഉള്ളവരുടെയും എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,48,00,000 കടന്നു. അമേരിക്കയിൽ ഇന്നലെ 2 ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിക്കുകയും 2,727 പേർ മരിക്കുകയും ചെയ്തു. ബ്രസീൽ, ഇറ്റലി, ജർമ്മനി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി സൌഹൃദ സുസ്ഥിര കോവിഡാനന്തര ലോകം എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ പ്രമേയം. ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ലോകമെമ്പാടും വിവിധ പരിപാടികളോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തുകയും കഴിവുകളെ തിരിച്ചറിയുകയും സമൂഹത്തിൽ അവരുടെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയുമാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും കെപിസിസി മുൻ ജനറൽ സെക്രട്ടറിയുമായ CR ജയപ്രകാശ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കായംകുളം നഗരസഭാ ചെയർമാൻ, ആലപ്പുഴ DCC അധ്യക്ഷൻ, UDF ജില്ലാ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നതിന് 17 കേന്ദ്രങ്ങൾ സജ്ജമാക്കി. ബ്ലോക്ക്, മുനിസിപ്പൽ തലങ്ങളിലാണ് വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 142 പോയിന്റ് ഉയർന്ന് 44,760ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 49 പോയിന്റ് നേട്ടത്തിൽ 13,163ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 36,720ഉം ഗ്രാമിന് 75 രൂപ കൂടി 4,590 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഒഡീഷയുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന ഹൈദരാബാദ് ജംഷഡ്പൂർ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കമാകും. ഓസ്ട്രേലിയൻ ടീമിനെ ആരോൺ ഫിഞ്ചും ഇന്ത്യൻ ടീമിനെ വിരാട് കോഹ്ലിയും നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു. കർശന ജാഗ്രതയിൽ കേരളവും തമിഴ്നാടും. ബുറേവി നാളെ കേരളത്തിലെന്ന് സൂചന. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.11%. നിലവിൽ ചികിത്സയിലുള്ളത് 4 ലക്ഷത്തിലേറെ രോഗികൾ. സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത് 61,000-ലേറെ കോവിഡ് രോഗികൾ. കൂടുതൽ രോഗികൾ എറണാകുളം, മലപ്പുറം ജില്ലകളിൽ.
ISLൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഒഡീഷയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി 12:50.